പ്രജിതേ, മോദി ഒരു വമ്പൻ നീക്കത്തിലാണെന്ന് പറയുന്നു. ആ നീക്കം വിജയിച്ചാൽ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയെ തകർക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് കഴിയില്ല എന്നുണ്ട്. എന്താ അതിനകത്ത് എന്തോ ഒരു സാരാംശം ഒളിച്ചിരിപ്പുണ്ട് ചേട്ടാ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താണ്? നമ്മുടെ നാടിനെ പറ്റിയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ടായാലും കുശുമ്പും കുന്നായ്മയും കുനിഷ്ടുമൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നാടാണ് നമ്മുടെ. കുശുമ്പും കൊനിഷ്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പോയി വിദേശ നാടുകളിൽ പോയി പറയുക എന്നുള്ളത് ഒരു ആചാരമായിട്ടും ഒക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒരു കുടുംബം, അനുഷ്ഠാനമായിട്ടൊക്കെ എടുത്തിട്ടുള്ളവർ. അതെ അതെ. അപ്പോൾ ഇത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാടിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നതിന് തുല്യമല്ലേ സത്യത്തിൽ അത്? തീർച്ചയായിട്ടും. നമ്മുടെ നാടിൻ്റെ ഉന്നമനവും നമ്മുടെ നാടിൻ്റെ പുരോഗതിയും നമ്മുടെ നാടിൻ്റെ സുരക്ഷയും ജവാന്മാരും ഭരണകൂടവും മാത്രം വിചാരിച്ചാൽ നടക്കില്ല. തീർച്ചയായിട്ടും. അതിന് നമ്മൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും അതിനകത്ത് വേണം. അല്ല, ഒറ്റ ചുരുക്കത്തേ ഉള്ളൂ, സ്വന്തം വീട്ടിനെ കുറിച്ച് മറ്റു വീട്ടിൽ പോയി കുറ്റം പറയാം. അപ്പോൾ എന്തായാലും അത് ഞാൻ ഉദ്ദേശിച്ച മഹാന ഏതായിരിക്കും എന്നുള്ളത് ചേട്ടനും തീർച്ചയായിട്ടും കൈ ചൂണ്ടാതെ തന്നെ പറയാം. അതെ അതെ. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള അനേകം രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും. ഓരോ വ്യക്തിയും പോലെ തന്നെ ഓരോരോ രാഷ്ട്രീയ ഓരോ കൂട്ടങ്ങളുണ്ട്. ഇത് എന്തുമായിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്താണോ അത് നമുക്ക് ഇവിടെ തന്നെ പറയാം. ഇവിടെ സംസാരിച്ചു തീർക്കാം. അത് പുറത്തു പോയി പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു വമ്പൻ നീക്കത്തിലാണ്. അപ്പോൾ മോദിജിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് വൺ സ്റ്റേറ്റ് വൺ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ്. ഇത് നിതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഭരണപരമായിട്ടുള്ള എന്താ പറയുക, തിരഞ്ഞെടുപ്പ് സമയത്തായാലും അല്ലാതെയായാലും ഭരണപരമായിട്ടുള്ള കോട്ടങ്ങളെ വിമർശിക്കുക, അഴിമതിക്കെതിരെ പറയുക, ഇതെല്ലാം ചെയ്യണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു സവിശേഷമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ആരിരുന്നാലും നല്ലത് ചെയ്താലും നമ്മൾ അതിനെ അങ്ങ് എതിർക്കും. തീർച്ചയായിട്ടും. അതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ജോലി അത് എന്നുള്ളതല്ല. അപ്പൊ ആ ഒരു സ്റ്റാറ്റസിൽ നമ്മൾ അവിടെ ഒരു മാറ്റം കാണണം. കാരണം ശരിയായി ഒരു നാട് ഉയരണം എന്നുള്ള ആവശ്യമായിട്ടുള്ള വിമർശനം, ആവശ്യമായ വിമർശനങ്ങൾ. അതെ, അതായത് അത് ഞങ്ങൾ ഒപ്പോസിഷൻ ആണല്ലോ. അപ്പൊ അവരെ എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും ഞങ്ങളെ എതിർക്കുക. അങ്ങനെയെങ്കിലും അങ്ങനെ എന്തായാലും അങ്ങനെ ചെയ്യാം. അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ. ഇനിയിപ്പോ കോൺഗ്രസ് ഭരിക്കുമ്പോൾ BJP ആയാലും CPM ആയാലും ഈ സ്ഥാനമാനങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ, തുടർച്ചയായിട്ട് എത്രയെങ്കിലും വർഷം ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന, നമ്മുടെ പുരോഗതിയെ ബാധിക്കുന്ന തരത്തിലാകരുത്. അപ്പൊ സ്വയം ചിന്തിക്കണം. ആ ഒരു രീതിയിലേക്ക് അതെ, സ്വയം ചിന്തിക്കണം. അപ്പൊ ആ രീതിയിലേക്ക് മാറണം. അവിടെ ശശി തരൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ കാഴ്ചപ്പാട്, ചിന്താഗതി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതായത് അദ്ദേഹം എപ്പോഴും ചെയ്യുന്നത് എന്താണ്, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നല്ലത് എന്ന് പറയുകയും ഇത് എതിർക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് എതിർക്കുകയും ചെയ്യും. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അത് അവിടെ മാറ്റമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മൾ എന്നും ഭരിക്കുന്നവർ എന്ത് നല്ലത് ചെയ്താലും അതിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു നാടിന്റെ പുരോഗതി എന്താകും? അപ്പോൾ സ്റ്റേറ്റും കേന്ദ്രവും ഒരേ രീതിയിൽ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ പ്രവൃത്തി എന്താ പറയുക വിജയം കാണുകയാണെങ്കിൽ സ്റ്റേറ്റ് വികസിക്കും. സ്റ്റേറ്റ് വികസിക്കുമ്പോൾ സ്വാഭാവികമായും രാജ്യം വികസിക്കും. അപ്പോൾ അവിടെ തനി രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതല്ല, അവിടെ അവർക്ക് പറയാൻ അവകാശമുണ്ട്. അതില്ലെന്നല്ല മോദിജി പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റില് അങ്ങനെ ഒരു വിഷയമേ അല്ല. ആ ഒരു രീതിയിൽ, അതായത് സ്റ്റേറ്റും കേന്ദ്രവും തമ്മിൽ ചേർന്നുകൊണ്ട് ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കണം.
അപ്പോൾ ഓരോ സ്റ്റേറ്റും നമ്മുടെ രാജ്യത്തെ വികസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നതൊക്കെ ഇന്ന് കാണുന്നതിന്റെ 10 ഇരട്ടിയിലധികം പോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടെങ്കിലും, അതായത് അത്രയും ഒരു എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറ്റണം. അപ്പൊ ടൂറിസം വഴി നമ്മുടെ നാട്ടിലേക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കണം. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലാണ് മോദിജി ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ നമ്മൾക്ക് നോക്കാം, ഈ ഒരു പഹൽഗാം അറ്റാക്ക് വന്നതിന് ശേഷം എന്തുണ്ടായി? നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി. അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത് BJP ബന്ധമുള്ളവരെ മാത്രമാണ്, ഒരിക്കലും അല്ല. പ്രതിപക്ഷം പറയണം. ആ ഒരു കൺസെപ്റ്റ് നേരത്തെയും ഇന്ത്യ നമ്മുടെ രാജ്യം പ്രയോഗിച്ചിട്ടുള്ളതാണത്. അതെ, ആ ഒരു രീതിയിലേക്ക് പക്ഷെ ഇത്രത്തോളം വിപുലമായ രീതിയിൽ ചിന്തിക്കുക അതായത് ഇത്രയും രാജ്യങ്ങളിലേക്ക് എല്ലാ ഒപ്പോസിഷൻ പാർട്ടികളിലെയും ഉൾപ്പെടെ ലീഡേഴ്സിനെയാണ് വിട്ടിട്ടുള്ളത്. മറ്റേത് സർക്കാരാണെങ്കിലും ഇത്രത്തോളം വിടാൻ പറ്റും? ഇല്ല, അവര് ഇതൊരു പുതിയ ചിന്താഗതി തീർച്ചയായിട്ടും നേരത്തെ ചെയ്തിട്ടുണ്ട്. നേരത്തെ വാജ്പേയിയുടെ കാലത്താണ് അത് ചെയ്തത്. അതെ, അപ്പോഴും അത് ചെയ്തത് ഏത് സർക്കാരാണ്? തീർച്ചയായിട്ടും വാജ്പേയി സർക്കാർ എന്ന് പറയുമ്പോൾ BJP തന്നെയാണ്. അതാണ് പറയുന്നത്. BJPക്ക് ഈ കാര്യത്തിൽ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരും വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരും വിമർശിച്ചിട്ടുണ്ട്, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ദേശീയതയുടെ കാര്യം വരുമ്പോൾ സങ്കുചിതം ഇല്ലാതിരിക്കുക. അതെ, ദേശീയതയുടെ കാര്യം വരുമ്പോൾ BJPക്ക് അവിടെ മറുവാക്കില്ല. BJP നമ്മുടെ നാടിന്റെ ഇതിനൊപ്പം നിൽക്കും. ദേശീയപരമായ കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഏത് പാർട്ടി ഭരിച്ചാലും ഒരുമിച്ച് നിൽക്കും. അത് ഒരുപക്ഷെ BJPക്ക് പിന്നിൽ നിൽക്കുന്ന അവരുടെ ഒരു നട്ടല് RSS ആയതുകൊണ്ടായിരിക്കും. RSSനെ രാഷ്ട്രം നന്നാവുക എന്നുള്ളതാണ്. ഒരിക്കലും മറ്റൊരു രാഷ്ട്രീയമില്ല. RSSന്റെ കൺസെപ്റ്റിൽ രാഷ്ട്രീയമില്ല. മറ്റു കോൺഗ്രസിനെ സംബന്ധിച്ച് സങ്കുചിത ചിന്താഗതിയാണ് കോൺഗ്രസിനെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നതെന്നാണ് നമുക്ക് കാര്യം. പക്ക രാഷ്ട്രീയം RSS പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഉള്ള BJP ഇവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതെ, അപ്പോൾ അദ്ദേഹം ഇപ്പോ നമ്മൾ പറയില്ലേ 2047 ഇവര് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് എന്താണ്, അവര് എന്താ പറയുക, ഇസ്ലാമിക രാജ്യം കൈവരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ വികസനങ്ങൾ, അവരുടെ വിഡ്ഢിസ്വർഗങ്ങൾ, ക്ഷമിക്കണം, അവരുടെ വിഡ്ഢി സ്വപ്നം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോദിജി ആ സമയത്ത് സ്വപ്നം കാണുക എന്നുള്ള, അല്ലെങ്കിൽ BJP ഗവൺമെന്റ്, അല്ലെങ്കിൽ BJPയും വേണ്ട, നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യം വരികയും, അതായത് 1 സ്റ്റേറ്റ് 1 ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലേക്ക് സ്വപ്നം കാണുക, അതിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തകർക്കാൻ ഈ പറയുന്ന ജിഹാദി പ്രവർത്തനങ്ങൾക്കൊന്നും കഴിയില്ല. അതിനും അപ്പുറം എത്രയോ പടികൾ മുന്നോട്ട് നമ്മൾ വികസിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ഒരു കാര്യമായിട്ട് പറയുന്നത്. ഇത് മുൻപേ ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വിമർശനങ്ങൾ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ പറ്റണം, ഭരണ നേട്ടം പറയാം, അഴിമതി പറയാം, പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു നല്ല കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനൊപ്പം നീങ്ങണം. ആ ഒരു കാര്യത്തിലേക്ക് കൂടി പോകേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ പാർട്ടികളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് ബ്രിട്ടീഷ് നമ്മുടെ രാജ്യത്ത് ഇട്ടിട്ട് പോയ കാര്യമാണ്. അതായത് സ്പ്ലിറ്റ് ആൻഡ് റൂൾ. ആ വിഷയമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് പോലും നമ്മുടെ നാട്ടിലെ ആളുകളുടെ ചരിത്രമല്ല, അവർ എഴുതി വെച്ച അവരുടെ മഹിമയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വിഭജിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ പരീക്ഷിച്ച ഒരു തന്ത്രമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ തന്ത്രം ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള വികസനം, നമ്മുടെ നാടിന്റെ പുരോഗതി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ആ ഒരു സ്പീഡിലേ പോവുകയുള്ളൂ. പക്ഷെ ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ GDP എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയോ ഉയരത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും ഈ പറയുന്ന തമിഴ്നാടും സൗത്ത് ഇന്ത്യൻസും തമ്മിലൊക്കെ ആര്യന്മാരും ദ്രാവിഡന്മാരും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ DMK കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ വിഭജിപ്പിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അവർ പോലും അതേസമയം തന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ
തെലങ്കാനയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം ഈ പെഹൽഗാം അറ്റാക്ക് ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ ശമ്പളം പോലും രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അത് നമ്മുടെ നാടിനൊപ്പം നിൽക്കലാണ്. ആ നാടിനൊപ്പം നിൽക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വരണം. അതാണ് അദ്ദേഹം പറഞ്ഞു ദേശസ്നേഹം എന്ന് തന്നെയാണ് ഇതിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ആ ഒരു രീതിയിലേക്ക് എല്ലാത്തിനും ഉപരി ദേശസ്നേഹം ഉണ്ടാകണം. അതെ, ദേശസ്നേഹം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന്റെ പുരോഗതി മുന്നോട്ട് പോവുക തന്നെയുള്ളൂ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തമിഴ്നാടിന്റെ രാജ്യത്തിന്റെ എന്താ പറയുക ആത്മാവിൽ നിന്ന് പിടിച്ചു മാറ്റാനുള്ള നീക്കമാണ് അവിടെ DMK ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്നതാണ് TNC, തൃണമൂൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അതാണ്. പഞ്ചാബിലാണെങ്കിൽ AAP ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഇത്തരം കാര്യങ്ങളാണ്. മനഃപൂർവ്വം വെറുതെ അങ്ങനെ വിമർശിക്കുക അല്ലെങ്കിൽ എതിർക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞ 1 സ്റ്റേറ്റ് 1 ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതി. ആ ഒരു പദ്ധതിയിലേക്ക് അദ്ദേഹം ഈ 2047 എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അദ്ദേഹം വിചാരിച്ചതിനും എത്രയോ മുകളിലേക്ക് നമ്മുടെ നാട് വികസിക്കും.